നിബിഷ് ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും മരണസംഖ്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ നിന്നും ഉണ്ടാകുന്നത്. 19 പേരുടെ മരണമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനിയും അത് മരണസംഖ്യ വർദ്ധിക്കും എന്നുള്ളതാണ്. 19 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തത്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, വിദേശ പൗരനടക്കമുണ്ട് എന്ന് സംശയിക്കുന്നു. ഒരാൾ വിദേശ പൗരനാണ് എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തമാണ് ഈ വയനാട് മേപ്പാടിയിൽ ചൂരൽമലയിലും അട്ടമലയിലും മുണ്ടക്കൈയിലുമായി നടന്നിരിക്കുന്നത്. അട്ടമലയും മുണ്ടക്കൈയുമെല്ലാം തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. NDRFന്റെ ഒരു സംഘം മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട്. 4 സംഘം NDRFന്റെ 4 ടീമുകൾ ഉച്ചയോടുകൂടി ഇവിടത്തേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് നിന്നും സൈന്യത്തിന്റെ ഒരു ടീം പുറപ്പെട്ടിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് മിലിറ്ററിയുടെ മറ്റൊരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഈ കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ടത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ്. മറ്റൊരു ഹെലികോപ്റ്റർ കൂടി വരുന്നുണ്ട്. മന്ത്രിമാരിൽ 2 പേർ ഇപ്പോൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും AK ശശീന്ദ്രനും വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മറ്റു 3 മന്ത്രിമാർ, റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വയനാട് കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി സർക്കാർ വ്യക്തമാക്കുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നു. വീടുകൾ നേരത്തെ നിന്നിരുന്ന ഈ പ്രദേശം, പ്രത്യേകിച്ച് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, അവിടെ പൂർണ്ണമായും അവിടെ നിലനിന്നിരുന്ന പല വീടുകളും ഇപ്പോൾ കാണാനില്ല. മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നാണ് കരുതുന്നത്. മൃതദേഹങ്ങൾ പലതും കണ്ടെത്തിയത് ചാലിയാർ പുഴയിലാണ്. പിഞ്ചുകുഞ്ഞിൻ്റേതുൾപ്പെടെയുള്ള മൃതദേഹം കണ്ടെത്തിയത് മലപ്പുറം ജില്ലയുടെ ഭാഗമായ പോത്തുകല്ലിൽ നിന്നടക്കമാണ് കണ്ടെത്തിയത്. അങ്ങനെ വലിയൊരു ദുരന്തം, മനുഷ്യ മനസ്സുകളെ വിറങ്ങലിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്രയധികം വേദനിപ്പിക്കുന്ന ഒരു വലിയ ദുരന്തത്തിനാണ് വയനാട് ഇന്ന് പുലർച്ചെ സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും ആദ്യം മുണ്ടക്കൈയിൽ ആണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ 1:15 ആദ്യത്തെ ഉരുൾപൊട്ടൽ. 2 മണിയോടുകൂടി മറ്റൊരു ഉരുൾപൊട്ടലുണ്ടായി. 4:15 മൂന്നാമത്തെ ഉരുൾപൊട്ടലുണ്ടായി. അതോടുകൂടിയാണ് ഈ ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായത്. പുഴ ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യം. മഴയ്ക്ക് ഇപ്പോൾ ഒരു അല്പശമനം വന്നിട്ടുണ്ട്. നാട്ടുകാരും ഒപ്പം അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ NDRFനൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളുണ്ട്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. വയനാട് ജില്ലാ കളക്ടർ RD മേഘശ്രീ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെയുണ്ട്. ഒപ്പം 2 മന്ത്രിമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും വയനാട് എത്തിയിട്ടുണ്ട്. T സിദ്ദിഖ് MLA അവിടെയുണ്ട്. ഇനിയിപ്പോൾ മറ്റ് മന്ത്രിമാർ വരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വലിയൊരു സംഘം വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തി വരുന്നുണ്ട്. കൂടാതെ നേരത്തെ വയനാട് MPയും ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരുടെ ഉൾപ്പെടെ സഹായം തേടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തം, രാജ്യം തന്നെ കണ്ട ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് വയനാട് പോയിരിക്കുന്നു. ഈ പുലർച്ചെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ആരാധനാലയങ്ങളും ഒപ്പം വിദ്യാലയങ്ങളും അടക്കം ഈ മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യം, ഒരു പ്രദേശം മുഴുവൻ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. മുണ്ടക്കൈയും അട്ടമലയും എല്ലാം തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടത്തേക്ക് മരപ്പാലം നിർമ്മിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സൈന്യം എത്തിയ ഉടൻ തന്നെ ഏറ്റവും ആദ്യം ഈ ചൂരൽമല മേഖലയെയും ടൗണിനെയും ഈ മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ മലപ്പാലം നിർമ്മിക്കുകയായിരിക്കും. എയർലിഫ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. 2 ഹെലികോപ്റ്ററുകൾ വന്നയുടൻ തന്നെ ആളുകളെ എയർലിഫ്റ്റിംഗ് നടത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റും. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും മറ്റൊരു വിവരം എന്ന് പറയുന്നത് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളും ഇതിന്റെ പരിസരത്തുള്ളവരും കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 8.5 ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത്. ഘട്ടം ഘട്ടമായി സെക്കൻഡിൽ 35 ക്യൂബിക് മീറ്റർ വരെ വെള്ളം സ്പിൽവേ ഷട്ടർ തുറന്ന് ഒഴുക്കിക്കളയും. അണക്കെട്ടിന്റെ സംഭരണശേഷി 773.50 മീറ്ററിൽ എത്തിയതോടെയാണ് ഈ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ്. മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. നേരിയൊരു ശമനം മാത്രമാണ് ഉള്ളത്. രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെയും ഒപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെയും
എല്ലാം ഒരു ഏകോപനത്തോട് ഒറ്റക്കെട്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഓരോ മിനിറ്റ് കഴിയുന്തോറും കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. യെസ്, വളരെ വേദനിപ്പിക്കുന്ന ദാരുണമായ സംഭവമാണ്. എന്തായാലും ഈ രക്ഷാപ്രവർത്തകർക്ക് അവർ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്, കൃത്യമായി വീടുകളെല്ലാം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ, അവിടേക്ക് അവർ ഏത് രീതിയിലാണ് അങ്ങോട്ടേക്കുള്ള ഒരു മാർഗം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? ചൂരൽമലയിലാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മുണ്ടക്കയിൽ NDRFന്റെ ഒരു സംഘം എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സംഘം എത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. 300-ലേറെ വീടുകൾ അവിടെ മുണ്ടക്കയിലുണ്ട്. അത്രയും കുടുംബങ്ങൾ ആ ദുരന്തത്തിൽ അകപ്പെട്ടവരാണ്, ഒറ്റപ്പെട്ടവരാണ്. അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ അവർക്ക് ഈ പ്രധാനപ്പെട്ട പാലം തകർന്നതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങൾ തേടേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ വരുത്തിക്കൊണ്ട് അവിടെ എയർലിഫ്റ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ, റോപ്പ് വേ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ ആലോചിക്കുന്നത്. സൈന്യം വന്നാലുടൻ തന്നെ മരപ്പാലം നിർമ്മിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടികളിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. പരമാവധി രക്ഷാപ്രവർത്തനം, എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരമാവധിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സന്നദ്ധ പ്രവർത്തകരും ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് എല്ലാ പരിപാടികളും റദ്ദാക്കി വയനാട്ടിലേക്ക് വരുന്നു. സ്ഥലം MLA ആയിട്ടുള്ള T സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. മന്ത്രിമാർ 2 പേരുണ്ട്. ഇപ്പോൾ മറ്റു മന്ത്രിമാർ വരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഏകോപനവും സാധ്യമാകുന്ന വിധത്തിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. അപ്പോഴും ഇനിയും എത്ര പേർ മണ്ണിനടിയിലുണ്ട് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനാവാത്ത സ്ഥിതിയാണ്. അതായത് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയ ആളുകളെ കാണാനില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പറയുന്ന ഒരു വേദനാജനകമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ പോലും കരയിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന നിലവിളികളാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത്രയധികം വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് മുണ്ടക്കയും ചൂരൽമലയും അട്ടമലയും ഉൾപ്പെടുന്ന വയനാടിന്റെ മേപ്പാടി പ്രദേശം കടന്നു പോകുന്നത് എന്നുള്ളത്. സമാനതകളില്ലാത്ത ദുരന്തം, 2019 കണ്ടതിനേക്കാൾ വലിയ ദുരന്തം, ഭീതിതമായ ഒരു ദുരന്തത്തിലേക്കാണ് വയനാട് എത്തിയിരിക്കുന്നത്. ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ച റവന്യൂ മന്ത്രി അല്പം മുൻപ് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയുണ്ട്. അപ്പോൾ അത്രത്തോളം ശക്തമായൊരു കുത്തൊഴുക്ക്, ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഈ ചാലിയാറിലൊക്കെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ചാലിയാറിൽ നിന്നും പ്രധാനമായും 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഒന്ന് പോത്തുകല്ല് മേലെ കുനിപ്പാല ഭാഗം, നേരത്തെ പറഞ്ഞ മലപ്പുറത്തു നിന്നും കണ്ടുകിട്ടിയെന്ന് പറയുന്ന 5 വയസ്സുള്ള കുട്ടിയുടെ ഒരു മൃതദേഹം. അത് കിട്ടിയത് ഈ മുക്കം ഭാഗത്തോടു കൂടിയാണ്. പക്ഷേ മലപ്പുറം ജില്ലയുടെ ഭാഗമാണത്. വയനാടിനോട് ചേർന്ന പ്രദേശമാണ്. അവിടെ നിന്നും ഒലിച്ചിറങ്ങി എത്തിയ മൃതദേഹമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ മൃതദേഹമാണ് ഒന്ന് കിട്ടിയത്. മറ്റൊന്ന് പോത്തുകല്ല് വില്ലേജ് പരിധിയിൽ വെള്ളിലമാട് ആണ് മറ്റൊരു മൃതദേഹം കരയ്ക്കടിഞ്ഞത്. പോത്തുകല്ല് വില്ലേജ് പരിധിയിൽ മുക്കം പുഴയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ 3 മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ മാത്രം അതായത് വയനാടിന്റെ ഭാഗമല്ലാത്ത കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ ഭാഗമായ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്നു. സ്വാഭാവികമായും വയനാടിന്റെ ഭാഗമായിട്ടുള്ള പുഴയിൽ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇതിന്റെ പരിസരങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ 19 മൃതദേഹങ്ങൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മരണസംഖ്യ കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നല്ലാതെ അതിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് പറയാനാകാത്ത വളരെ ദുർഘടമായ ഒരു സാഹചര്യമാണ്, ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. അവിടെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള വാഹനങ്ങളല്ലാതെ താമരശ്ശേരി ചുരം വഴി കടത്തിവിടില്ല. അത് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് ചുരം കയറി വയനാട് മേപ്പാടിയിൽ എത്തിക്കുക എന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് അധികൃതർ ഈ താമരശ്ശേരി ചുരത്തിൽ
പ്രധാനമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മറ്റ് ഗതാഗത സംവിധാനങ്ങൾ വയനാട്ടിലേക്ക് പോകാൻ ആശ്രയിക്കണം. അടിയന്തര സാഹചര്യത്തിൽ പോകേണ്ട വാഹനങ്ങൾ, ആംബുലൻസുകൾ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ട വാഹനങ്ങൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, സർക്കാർ വാഹനങ്ങളടക്കം പോലുള്ള, അതായത് വയനാട് മേപ്പാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ അതുവഴി കടത്തിവിടുകയുള്ളൂ. അത് ഈ ഒരു പൊതുജന താല്പര്യാർത്ഥം തന്നെയുള്ള ഗതാഗത നിയന്ത്രണമാണ്. അതുകൊണ്ട് ജനങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മഴ ഇപ്പോഴും പൂർണ്ണമായും നിന്നിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ആശങ്ക പടർത്തുന്നുണ്ട്. മഴ കൂടുതൽ ശക്തമാകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും ഈ മലയിടിയാനും ഒക്കെ ഉരുൾപൊട്ടലിലുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം തന്നെ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ RD മേഘശ്രീ അറിയിക്കുന്നു. മേപ്പാടി മുണ്ടക്കൈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസിനെയും വിളിച്ച് ഏകോപനവും സഹായവും ആവശ്യപ്പെട്ടതായി കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പുതിയൊരു വിവരം, വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലും കൺട്രോൾ റൂമുകൾ തുറന്നിരിക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ കൺട്രോൾ റൂമിന്റെ നമ്പർ അത് പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പറയാം, 8075401745. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ കൺട്രോൾ റൂമാണ്. നമ്പർ 8075401745. കൂടാതെ സ്റ്റേറ്റ് കൺട്രോൾ റൂമിന്റെ മറ്റ് നമ്പറുകളും അത് ഉടൻ തന്നെ നൽകാവുന്നതാണ്. ഈ വയനാട് ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിന് ചുമതല നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിക്കുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ വയനാടിന് വേണ്ടി പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രിമാരുടെ സഹായം തേടുമെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നു. മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം വയനാട്ടിലെ മറ്റിടങ്ങളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബാണാസുര സാഗറിന്റെ ഷട്ടർ തുറന്നതുകൊണ്ട് ഇപ്പോൾ വരുന്നത് 8.5 ക്യൂബിക് മീറ്റർ ആണെങ്കിൽ പിന്നീട് ആ വെള്ളം 35 ക്യൂബിക് മീറ്റർ വരെയായി ഘട്ടം ഘട്ടമായി ഉയർത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലുണ്ട് പലയിടത്തും. റോഡിലുൾപ്പെടെ ഈ മരങ്ങൾ പൊട്ടിവീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ അട്ടമലയിലും മുണ്ടക്കയിലും ഒപ്പം ചൂരൽമലയിലുമെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് ഈ മണ്ണും മരങ്ങളും റോഡിൽ അടിഞ്ഞുകൂടിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തികഞ്ഞ ജാഗ്രത പുലർത്തണം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുമെല്ലാം പൊതുജന താല്പര്യാർത്ഥം അറിയിക്കുന്നുണ്ട്. റിയാസ്, ഒന്ന് തുടരുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ലിബീഷ്, പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രി ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും വിഷയങ്ങൾ ഏകോപനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു ഏകോപനമാണ് നടത്തി വരുന്നത്. അതോടൊപ്പം മന്ത്രി അടക്കമുള്ള തന്നെ ഇത് വയനാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ഓഫീസിൽ നിന്നായിരുന്നു നേരത്തെ പ്രതികരിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. മന്ത്രി K രാജൻ, അതോടൊപ്പം തന്നെ ഈ OR കേളു, അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ്, അങ്ങനെ 3 മന്ത്രിമാരാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക വിമാനത്തിൽ കരിപ്പൂരിൽ പോയി അവിടെ നിന്നും റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് പോവുക. അതോടൊപ്പം തന്നെ മന്ത്രി K രാജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ NDRF സംഘങ്ങൾ സജ്ജമാണെന്നും കൃത്യമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വയനാടുള്ള NDRF സംഘം ആ സമയം തന്നെ അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിനുശേഷം കൊല്ലത്തു നിന്നുള്ള NDRF സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്നടക്കമുള്ള പൂർണ്ണമായും ഒരു 4 സംഘമായാണ് എത്തുന്നത്. അതായത് ഉച്ചയോടെ തന്നെ പൂർണ്ണമായ പ്രദേശത്തെത്തി കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ള കാര്യമാണ് ഉറപ്പാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ വന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് ഈ കാര്യം അറിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പൂർണ്ണമായും എല്ലാ സംഘവും കൃത്യമായി വയനാട്ടിലേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. മറ്റു കാര്യങ്ങൾ, അതായത് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആർമിയുടെ 2 ഹെലികോപ്റ്ററുകൾ അടക്കം ആ പ്രദേശത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം രക്ഷാപ്രവർത്തനവും കാര്യക്ഷമമായി നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്.
ശരി വിഷ്ണു. റിയാസ് തുടരുന്നുണ്ട്. റിയാസ്, ആ പ്രദേശത്ത് ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണുള്ളത്? മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? പിന്നീട് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ? ഈ 3 ഉരുൾപൊട്ടലാണ് മുണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ളത്. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. എങ്കിലും മഴ തുടരുന്നുണ്ട്. ഒരു ശക്തമായ മഴയല്ല എന്നുള്ളതാണ്. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മന്ത്രി AK ശശീന്ദ്രൻ അവരെ സന്ദർശിക്കുന്നുണ്ട്. മേപ്പാടി വിംസ ആശുപത്രിയിൽ മാത്രം 53 പേരാണുള്ളത്. അതിൽ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ച 19 പേരിൽ 3 പേർ കുട്ടികളാണ്. ഒരാൾ വിദേശ പൗരനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 6 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പ്രധാനമായും ഉള്ളത് ഇവിടെ രക്ഷാ ദൗത്യം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്തെല്ലാം തന്നെ ഇനി ജലനിരപ്പ് ഉയരും. അതുകൊണ്ട് തീരദേശത്തുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ വയനാട് നൂൽപ്പുഴ പുഴങ്കുനിയിൽ വെള്ളം കയറുന്നുണ്ട്. അവിടെ പണിയ എന്ന് പറയുന്ന പണിയ എന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ മേപ്പാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് മേപ്പാടി വിംസ് ആശുപത്രിയിൽ 53 പേരെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ച 19 പേരിൽ മൃതദേഹം കണ്ടെത്തിയ 19 പേരിൽ 6 പേരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. അതിൽ 3 പേർ, അതായത് 19 പേരിൽ 3 പേർ പിഞ്ചു കുട്ടികളാണ്. അതിൽ നേരത്തെ ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം നേരത്തെ പറഞ്ഞതാണ് മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള ചാലിയാർ പുഴയുടെ പോത്തുകല്ല് ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. മറ്റ് മുതിർന്ന 2 പേരുടെ മൃതദേഹങ്ങളും ഈ മുക്കം ഭാഗത്തു നിന്നും കണ്ടെത്തുന്നു. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും മന്ത്രി AK ശശീന്ദ്രൻ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മന്ത്രി ഇപ്പോൾ പരിക്കേറ്റവരെ സന്ദർശിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ RD മേഘശ്രീ വയനാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് നിന്നും ഏകോപിപ്പിക്കുന്നു. ഒപ്പം മലപ്പുറം ജില്ലാ കളക്ടറുടെയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെയും ഉൾപ്പെടെയുള്ള സഹായം കൂടി ആവശ്യപ്പെടുകയാണ്. കാരണം ചാലിയാർ പുഴയിലൂടെ ഒഴുകി ഈ മൃതദേഹങ്ങൾ മലപ്പുറം ജില്ലയുടെ പരിധിയിലേക്ക് കൂടി എത്തുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 4 NDRFന്റെ സംഘങ്ങൾ ഉച്ചയോടുകൂടി വയനാട്ടിലെത്തും. അതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ സക്രിയമായി നടത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ അധികൃതർക്കുണ്ട്. അപ്പോഴും ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പമാകും. അതല്ല, മഴ കനക്കുകയാണെങ്കിൽ അത് കൂടുതൽ ദുഷ്കരമാകും. നിലവിലെ ഘട്ടത്തിൽ ദുഷ്കരമായ ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിനെ പതിയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എന്തായാലും കോയമ്പത്തൂരിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിന്റെ അത് വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഹെലികോപ്റ്റർ വരാനിരിക്കുന്നു. മന്ത്രിമാരുടെ സംഘം വരാനിരിക്കുന്നു. അതിലുപരി കോഴിക്കോട് നിന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ സംഘം പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് മിലിറ്ററിയുടെ മറ്റൊരു സംഘം പുറപ്പെട്ടു. അങ്ങനെ സർവ്വവിധ സജ്ജമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്തമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു. അതിൽ എല്ലാ ആളുകളും അതിൻ്റെ ഭാഗഭാക്കായിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു പോസിറ്റീവായി കാണാവുന്ന ഒരു ഘടകം. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് പൂർണ്ണമായും മണ്ണ് നീക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും മഴ നിലച്ചാൽ മാത്രമാണ് ഈ കൂടുതൽ ശക്തമായ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുക. അപ്പോൾ മാത്രമാണ് എത്ര പേർ ഇതിനകത്ത് അകപ്പെട്ടു, എത്ര വീടുകൾ നഷ്ടപ്പെട്ടു, എത്ര ജീവൻ പൊലിഞ്ഞു, എത്ര പേർ ഗുരുതരമായി പരിക്കേറ്റു, എത്ര പേർ നിസാര പരിക്കേറ്റു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുക. ഇപ്പോഴത്തെ ഘട്ടത്തിൽ 19 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. റിയാസ്, പുലർച്ചെ 2 മണിയോടെയാണ് ആദ്യമായി ഉരുൾപൊട്ടൽ ഉണ്ടായത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടായി. തുടർന്ന് ഈ കുത്തനെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വലിയ രീതിയിലുള്ള വ്യാപ്തി ആ ഉരുൾപൊട്ടലിന് ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴുള്ള ദൃശ്യങ്ങൾ തന്നെ അതെല്ലാം തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കാമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. വേദനയോടെ തന്നെ ആ കാര്യം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയതായി റവന്യൂ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ താഴ്വാരത്തുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഏതൊക്കെ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്?
താഴ്വാരത്തുള്ള പല കടകളും വീടുകളും ഈ ക്ഷേത്രം, പള്ളി, വിദ്യാലയങ്ങൾ ഇതൊന്നും കാണാനില്ല എന്നുള്ളതാണ് അവിടെയുള്ളവർ വേദനയോടുകൂടി പങ്കുവെക്കുന്ന ഒരു വിവരം. ഒരു രാവ് ഉണരുന്ന സമയത്ത്, രാത്രി കിടന്നിറങ്ങുമ്പോൾ കണ്ട ഒരു കാഴ്ചയല്ല ഒരു രാവ് ഉണരുമ്പോൾ ഒരു നാട് കാണുന്നത്. ഒരു നാട് തന്നെ പൂർണ്ണമായും കാണാത്ത ഒരു സ്ഥിതി, മണ്ണിനടിയിൽ പുതഞ്ഞു പോകുന്ന ഒരു സ്ഥിതി. നമ്മൾ നേരത്തെ കവളപ്പാറയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ പുത്തുമലയിൽ ഉൾപ്പെടെ കണ്ടതിനേക്കാൾ വലിയ ഒരു ദുരന്തത്തിലേക്ക് നാട് പോകുന്നു. അങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഇത്. അപ്പോഴും ഒരു പുതിയ വിവരം പങ്കുവെക്കാനുള്ളത്, കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ നിന്നും കൂടുതൽ NDRF സംഘം വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വിവരം കൂടി ഏറ്റവും പുതിയതായി പങ്കുവെക്കാനുണ്ട്. ഈ കോഴിക്കോട്, കൊല്ലം ജില്ലയിൽ നിന്നുള്ള കൂടുതൽ NDRF സംഘങ്ങൾ വരുന്നതോടുകൂടി അവർ ഉച്ചയോടുകൂടി എത്തും എന്ന്. കോഴിക്കോട് നിന്നുള്ള സംഘം ഒരു 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും അവർക്കുള്ളത്. പക്ഷേ കൊല്ലത്തു നിന്നുള്ള സംഘം ഉച്ചയോടുകൂടി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രക്ഷാദൗത്യം കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കും. ഇനി ലിബീഷ് ചോദിച്ചതിലേക്ക് വരാം. ആദ്യം ഈ മുണ്ടക്കൈ മേഖലയിലാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ഈ ഒരു ശബ്ദം കേട്ട് ഉടൻ തന്നെ പരിസരവാസികളെല്ലാം തന്നെ പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ട് ഈ വിവരം അറിയിക്കുകയും പരമാവധി ആളുകൾ അവിടെ നിന്ന് ഓടിമാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി.